ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഫാക്ട് ഇത് അൺബോക്സിംഗ് അല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ വൺ പ്ലസ് ബുള്ളറ്റ്സ് വയർലെസ് Z3 എന്ന് പറഞ്ഞ നെക്ക് ബാൻഡ് ഇയർഫോൺസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 1699 രൂപയാണ് ഇതിന്റെ വില. വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിലെ ഒരു നെക്ക് ബാൻഡ് ഇയർഫോൺസ് ആണ്. ഞാൻ പൊതുവെ വിചാരിച്ചിരുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും TWSലേക്ക് മാറിയത് ട്രൂ വയർലെസ് സ്റ്റീരിയോ ഇയർഫോൺസിലേക്കൊക്കെ മാറിയെന്നാണ്. എന്നാൽ നെക്ക് ബാൻഡ് ഇയർഫോൺസിന് ഇപ്പോഴും നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. കാരണം നമ്മൾ കാണുന്ന നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ ഡെലിവറി ആൾക്കാരൊക്കെ ഒരുപാട് പേര്, ഞാൻ ഒട്ടുമിക്ക ആൾക്കാർ, ഇൻഫാക്ട് ഓൾമോസ്റ്റ് 100% ഓഫ് ആൾക്കാരും നെക്ക് ബാൻഡ് ഇയർഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം TWS നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ നെക്ക് ബാൻഡ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു ഇയർഫോൺസിന്, അതായത് നെക്ക് ബാൻഡ് ഇയർഫോൺസിന് ഇപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാണ് വൺ പ്ലസ് അവരേറ്റവും പുതിയ വൺ പ്ലസ് ബുള്ളറ്റ്സ് വയർലെസ് Z3 ഇറങ്ങിയത്. എന്നാൽ ഈ Z സീരീസ് 2020 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. വൺ പ്ലസ് ബുള്ളറ്റ്സ് വയർലെസ് Z ഇറങ്ങി, പിന്നെ Z ബേസ് എഡിഷൻ ഇറങ്ങി, കുറച്ചും കൂടി ബേസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബേസ് എഡിഷൻ ഇറങ്ങി. അത് കഴിഞ്ഞ് വൺ പ്ലസ് ബുള്ളറ്റ്സ് വയർലെസ് Z2 ഇറങ്ങി. അത് കഴിഞ്ഞ് വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് Z2 ANC ഇറങ്ങി. ഇപ്പോൾ മൂന്നാമത്തെ ഐട്രേഷനിലെ 5ാമത്തെ ഡിവൈസാണ് വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് Z3 എന്ന് പറഞ്ഞ ഇയർഫോൺസ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇയർഫോൺസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു വീക്ക്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതേപോലെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, വോയിസ് കോൾസ് എങ്ങനെയാണ്, മൈക്രോഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ബാറ്ററി ലൈഫ് എങ്ങനെയാണ്, എല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് Z3ന്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് Z3. അപ്പോൾ റെഡ് കളറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു കളറും കൂടെ ഉണ്ട്, ഒരു ബ്ലാക്ക് കളറും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ വില 1699 രൂപയാണ്. അപ്പോൾ ഈ വിലയ്ക്ക് വേർത്ത് ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇതിൻ്റെ കളറിൻ്റെ പേര് സാംബ സൺസെറ്റ് എന്നാണ് കളറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിനകത്ത്, ബോക്സിനകത്ത് വരുന്നത് ഇയർഫോൺസും നെക്ക് ബാൻഡ് ഇയർഫോൺസും, അതേപോലെ 2 അഡീഷണൽ ഇയർ ടിപ്സും ഉണ്ട്. സ്മോൾ, മീഡിയം, ലാർജ്, ഇങ്ങനെ 3 ഉള്ളത്. അപ്പോൾ 2 അഡീഷണൽ ഇയർ ടിപ്സും കൂടെ ഈ ബോക്സിനകത്ത് വരുന്നത്. പക്ഷേ ചാർജിങ് കേബിൾ ഒന്നുമില്ല. എന്നാൽ നമ്മൾ സ്റ്റാൻഡേർഡ് USB Type-C ചാർജിങ് കേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ചാർജർ വെച്ച് ഇതിനെ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ലുക്സും അതേപോലെ ഇതിൻ്റെ കംഫർട്ട് ലെവലും ബാക്കിയെല്ലാം തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ബുള്ളറ്റ് വയർലെസ് Z3, വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ ബുള്ളറ്റ് വയർലെസ് Z3. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുണ്ട്. ഡിസൈൻ ലാംഗ്വേജ് ഏറെക്കുറെ സിമിലർ ആണ് ബുള്ളറ്റ് വയർലെസ് Z2ന്റെ. ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ തന്നെ. ഇവിടെ നമുക്ക് ഗ്ലോസി പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ മാറ്റ് ഫിനിഷ്, അതേപോലെ ഈ എഡ്ജും നല്ല ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഇയറിൽ ഇതിനകത്ത് ഫിറ്റിംഗ് ഉണ്ട് എന്നുള്ള സംശയമില്ല. പിന്നെ മൈക്രോഫോൺ കാണാം. അതേപോലെ ഇതൊരു മാഗ്നറ്റിക് മെക്കാനിസം ഉണ്ട്, നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ മെക്കാനിസം ഇങ്ങനെ ലാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് പ്ലേ ബാക്ക് സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് പ്ലേ ബാക്ക് കണ്ടിന്യൂ ഇല്ല, പക്ഷെ പെയർ ചെയ്യും. അതായത് ഇയർഫോൺ ആയിട്ട് പെയർ ചെയ്യും, പക്ഷേ മ്യൂസിക് പ്ലേ ബാക്ക് കണ്ടിന്യൂ ചെയ്യത്തില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് ബ്രെയ്ഡഡ് കേബിളാണ്, നല്ലൊരു ക്വാളിറ്റി കേബിളാണ്. പിന്നെ നമുക്ക് നെക്ക് ബാൻഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നല്ലൊരു സ്മൂത്ത് ഫിനിഷാണ്, നല്ല ടെക്സ്റ്റേർഡ് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷാണ്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് IP54 റേറ്റിംഗും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമ്മൾ ഒരു ജോഗിങ്ങിനൊക്കെ യൂസ് ചെയ്താലൊന്നും സ്വെറ്റ് വന്നാലൊന്നും പ്രശ്നമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് 3 ബട്ടൺസ് ആണ്. പ്ലസ് ബട്ടൺ, മൈനസ് ബട്ടൺ, സെൻറ്റർ ബട്ടൺ. സെൻറ്റർ ബട്ടൺ ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ ആണ്. അതായത് സിംഗിൾ പ്രസ്, ഡബിൾ പ്രസ്, പ്രസ് ആൻഡ് ഹോൾഡ്, ട്രിപ്പിൾ പ്രസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ബട്ടൺ പ്ലസ് ആൻഡ് മൈനസ് ഒബ്വിയസ്ലി വോളിയം ഇൻക്രീസിനാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ബാറ്ററിയാണ്. ഇവിടെ ഒരു വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് ആണ്. ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. ഏതാണ്ട് വൺ പ്ലസ് ബുള്ളറ്റ് വയർലെസ് Z3ന്റെ ഏതാണ്ട് അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുക. എനിക്ക് തോന്നുന്നു നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ്, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, അതേപോലെ നല്ല സോഫ്റ്റ് ഫിനിഷ് കൂടിയാണ്. അതുകൊണ്ട് എന്താ പറയുക, അഴുക്കൊന്നും ആവാൻ ചാൻസ് ഇല്ല. പിന്നെ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്, കാരണം മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അങ്ങനെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഇല്ല. എന്നാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ബിൽഡ് ക്വാളിറ്റിൻ്റെ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കംഫർട്ട് ലെവലൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കംഫർട്ട് ലെവലിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ നെക്ക് ബാൻഡ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് വെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് വെച്ചാൽ ഇതിനകത്ത് നല്ല ഫിറ്റിംഗ് ആണ് ഈ ഒരു കർവ്ഡ് ഡിസൈൻ നൽകുന്നത്. അപ്പോൾ നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഒരു നല്ല രീതിയിൽ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ വരും. ഇതിനകത്ത് ആക്ച്വലി ANC ഇല്ല, അതായത് ആക്റ്റീവ് നോയ്സ്
ക്യാൻസലേഷൻ ഇല്ല. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മൈക്രോഫോൺ വെച്ചിട്ടാണ് നോയ്സ് ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ കൊണ്ട് നമ്മുടെ ഇയറിൽ അകത്തേക്ക് വേറെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷേ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്ത് നല്ലതാണ്. അപ്പോൾ ഞാനിത് വെച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് പുറത്തുള്ള നോയ്സ് ഒരുപാട് നല്ലോണം കട്ട് ഡൗൺ ചെയ്യുന്ന ഒരു ഫീല് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കിട്ടും. അത് നല്ലതാണ്, കാരണം നമ്മൾ ഔട്ട്സൈഡ് നോയ്സ് കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ കംഫർട്ട് ലെവൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. ഞാൻ അപ്പോൾ ഒരുപാട് ഒരു യാത്രയിനകത്ത് ഞാൻ ഇത് യൂസ് ചെയ്യണ്ടായി. എന്നാൽ ഒരു ഫെറ്റീഗോ അങ്ങനത്തെ ചെവി വേദനയോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല രീതിയിലാണ് ഇതിൻ്റെ കംഫർട്ട് ലെവൽ വന്നിരിക്കുന്നത്. അതേപോലെ ലോങ് ടേം യൂസ് ചെയ്താലും നമ്മൾ കഴുത്തിലോ അങ്ങനത്തെ ഫെറ്റീഗോ ഒന്നുമില്ല. പിന്നെ IP റേറ്റിംഗ് ഉള്ളത് കാരണം സ്വെറ്റ് റെസിസ്റ്റൻ്റ് കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് പരാതികളൊന്നും തന്നെ പറയാനില്ല. പിന്നെ ഇതിൻ്റെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് പറയുക ഇതിനകത്ത് 12.4 mm ഡ്രൈവേഴ്സാണ്. ഇത് ബേസ് ട്യൂൺഡ് ഡ്രൈവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ സപ്പോർട്ടും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റിക് മെക്കാനിസമാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ USB പോർട്ട് ഫോർ ചാർജിങ് ആണ്. അറൗണ്ട് 220 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ഹാർഡ്വെയർ. പിന്നെ SBCയും AACയും കോഡെക്സ് ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ വോയിസ് കോൾസ് ഞാൻ എനിക്കൊന്നൊരു 10-15 കോൾ എന്തോ എടുത്തു എന്ന് തോന്നി ഈ ടെസ്റ്റിങ്ങിൻ്റെ ഇടയിൽ. എനിക്കൊന്ന് കോൾ ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല, എനിക്ക് തോന്നിയില്ല. നല്ല രീതിയിൽ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ വോയിസിന് മോഡുലേഷൻ അങ്ങനെ ചേഞ്ച് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വിളിച്ച ആളും എനിക്കും അങ്ങനെ ഒരു ഫീലും തോന്നിയില്ല. പക്ഷേ നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നും തന്നെ ഇല്ല. നല്ലൊരു ഓഡിയോ കോൾ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എക്സ്പീരിയൻസ്, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ എക്സ്പീരിയൻസ്. അപ്പോൾ OnePlusൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ OnePlusൻ്റെ ഏതൊരു ഇയർഫോൺ ആണെങ്കിലും അത് ബേസിലോട്ടാണ് കൂടുതൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് OnePlus ബഡ്സ് ആണെങ്കിലും OnePlus നോട്ട് ബഡ്സ് ആണെങ്കിലും OnePlus ബുള്ളറ്റ്സ് വയർലെസ് Z3 ആണെങ്കിൽ എല്ലാം തന്നെ ബേസിനോടാണ് അവരുടെ സാധാരണ ട്യൂണിങ്. ഇതിലും അതേ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ OnePlus ബുള്ളറ്റ്സ് വയർലെസ് Z2 ANC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ നമ്മളെ ട്രെബിളിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ ബേസിൻ്റെ മുഴക്കം ഒരുപാടങ്ങ് പോയിട്ടില്ല. അതുകൊണ്ട് വോയിസും വോക്കൽസും ട്രെബിളൊക്കെ തന്നെ നല്ലൊരു ബാലൻസ് രീതിയിലാണ് വന്നിരിക്കുന്നത് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം OnePlus ബുള്ളറ്റ്സ് വയർലെസ് Z2-നേക്കാളും ഇംപ്രൂവ്ഡ് ആണ് സൗണ്ട് ക്വാളിറ്റിയിൽ. എന്നാൽ ANC ഇല്ല എന്നുള്ള ഒരു പോരായ്മ ഉണ്ട്. കാരണം ANC ഉള്ളത് നമ്മൾ ബുള്ളറ്റ് വയർലെസ് Z2 ANC തന്നെ എടുക്കണം. അതിൽ മാത്രമേ ANC ഉള്ളൂ, ഇതിനകത്തില്ല. പക്ഷേ ഓവറോൾ ക്ലാരിറ്റി കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ഈക്വലൈസർ വെച്ച് അത്യാവശ്യം കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഈക്വലൈസർ എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം, ആപ്പിലുണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പം തോന്നിയില്ല. അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്, വോക്കൽസും കുഴപ്പമില്ല. പിന്നെ 1699 രൂപയ്ക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നുമില്ല എന്ന് പറയാം. പിന്നെ ഓവറോൾ എന്താ പറയുക, വോക്കൽസ് ആണെങ്കിലും നമ്മൾ ബേസ് ഒക്കെ ഉള്ള പാട്ടൊക്കെ കേൾക്കുമ്പോഴൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ബേസ് ക്വാളിറ്റി നല്ലതാണ്. ബേസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചില ബഡ്ജറ്റ് ഇയർഫോൺസിലൊക്കെ ബേസ് കൂട്ടിയിട്ട് ഒരു പതർച്ച വരുന്ന ഒരു കേസ് വരാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ക്വാളിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നി. വേറെ പരാതികളൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഓഡിയോ എക്സ്പീരിയൻസ് പറയുക. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അതായത് 10 minutes ഓഫ് ചാർജിങ് 27 hours വരെ നമുക്ക് ബാറ്ററി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു ഫീച്ചറാണ്. കാരണം OnePlus സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്തതെങ്കിൽ സൂപ്പർ ഹൂക്ക് വെച്ച് ജസ്റ്റ് 10 minute ചാർജ് ചെയ്താൽ ഒരു 2-3 ദിവസത്തേക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനും കൂടെ ഉണ്ട്. അത് ഫാസ്റ്റ് ചാർജർ വേണം, എന്നാലേ അത് ഓപ്ഷൻ ഉള്ളൂ. എന്നാലും 10 minute നമുക്ക് ചാർജ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്തിരിക്കും. അതായത് ഒരു യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു 10 minute ചാർജ് ചെയ്താൽ നല്ല ഫാസ്റ്റ് ആയിട്ട് കയറും. അതിനൊപ്പം തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും കിട്ടും. പിന്നെ ബാറ്ററി ലൈഫാണ് അറൗണ്ട് എൻ്റെ യൂസേജിൽ ഒരു 30 മണിക്കൂറിലൊക്കെ കയറി, ഒരു 30-32 മണിക്കൂറിലൊക്കെ കയറൊക്കെ കിട്ടും. കമ്പനി പറയുന്നത് അറൗണ്ട് 36 മണിക്കൂറാണ് സിംഗിൾ ചാർജിൽ. അപ്പോൾ എന്നാലും ഒരു 30 മണിക്കൂറിലേറെ നമുക്ക് കിട്ടും. പിന്നെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വോളിയം, ഏത് വോളിയത്തിലാണ് നിങ്ങൾ പാട്ട് കേൾക്കുന്നതിൽ ഒരു 50-60% കേൾക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടും. എന്നാൽ ഫുൾ വോളിയത്തിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് കുറയും. അപ്പോൾ ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു 38-32 മണിക്കൂറൊക്കെ നമുക്ക് ഈസിലി കിട്ടും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 4-5 മണിക്കൂറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും ഒരാഴ്ചത്തെ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ നമ്മളെ യൂസേജിനനുസരിച്ചിരിക്കും ബാറ്ററി ലൈഫിൻ്റെ ഇത്. അപ്പോൾ എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് യൂസർ ഒരു 5 മണിക്കൂർ കൂടുതലൊന്നും പാട്ട് കേൾക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് വെച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് നമുക്ക് ബാറ്ററി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്പിൻ്റെ പെർഫോമൻസ് കൂടി നോക്കാം. ഇതിനകത്ത് ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് എന്ന് പറഞ്ഞാൽ ഹേ മെലഡി ആപ്പാണ്. ഹേ മെലഡി ആപ്പ് വഴി നമുക്ക് ഇത് കോൺഫിഗർ ചെയ്യാം. OnePlus യൂസർ ആണെങ്കിൽ ഹേ മെലഡി ആപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ തന്നെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയും കൂടി നോക്കാം. ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യാണ്. ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന കാണാം. ഞാൻ ലാച്ച് ചെയ്ത് കാണിച്ചു തരാം മാഗ്നറ്റിക് മെക്കാനിസം. അപ്പോൾ മാഗ്നറ്റിക് മെക്കാനിസം ആക്കുമ്പോൾ തന്നെ ഇവിടെ പോസ് ആവും. ഒരു ചെറിയ ലാഗ് ഉണ്ട്, ആക്ച്വലി ഒരു 2 seconds ലാഗ് ഉണ്ട്. ഒബ്വിയസ്ലി ബ്ലൂടൂത്തിൻ്റെയാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ പോസ് ആവും. എന്നാൽ നമ്മൾ ഇത് റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക് പ്ലേ ബാക്ക് ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ മാനുവലി പ്ലേ ചെയ്യണം. പക്ഷേ പെയർ ചെയ്യും, ഓട്ടോമാറ്റിക്കലി പെയർ ചെയ്യും. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് പവർ ഓഫ് ചെയ്യാണ്. പക്ഷേ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ പ്ലേ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ മെക്കാനിസം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ ഇതിൻ്റെ പെർഫോമൻസ് കൂടെ കാണിച്ചു തരാം. ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റഡ് കാണാം, OnePlus ബുള്ളറ്റ് വയർലെസ്. ഇവിടെ നമുക്ക് ഇത് ആക്ച്വലി ഇതിൻ്റെ ആപ്പ് എന്ന് പറഞ്ഞാൽ ഹേ മെലഡി ആപ്പാണ്. പക്ഷേ ഹേ മെലഡി ആപ്പ് വേണം നിർബന്ധമില്ല. കാരണം നമുക്ക് OnePlus ഡിവൈസാണ് ഹേ മെലഡി ആപ്പ് വേണമെന്നില്ല. എന്നാൽ OnePlus ഡിവൈസ് അല്ലെങ്കിൽ ഹേ മെലഡി ആപ്പ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് കാണുന്നത്. USB AC കോഡൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇയർബഡ് ഫങ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാറ്ററി കാണാം. പിന്നെ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്, അത് 3D സറൗണ്ട് സൗണ്ട് പോലത്തെ ഒരു ഓഡിയോ ഉണ്ട്. അതെനിക്കൊന്ന് എനേബിൾ ചെയ്യാതിരിക്കുകയായിരിക്കും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് തോന്നിയത്. പിന്നെ സൗണ്ട് മാസ്റ്റർ ഇക്വലൈസർ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 4 ഓപ്ഷൻസ് ആണ് വരുന്നത്: ബാലൻസ്, സെറിനേറ്റ്, ബേസ് ആൻഡ് ബോൾഡ്. ബാലൻസിൽ തന്നെ അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ബേസ് ഉണ്ട് ബാലൻസ് തന്നെ. ഇനി അതും കൂടുതൽ ബേസ് വേണമെങ്കിൽ നമുക്ക് ബേസ് മോഡ് പോകാം, അല്ലെങ്കിൽ ബേസ് വേവ് ഫംഗ്ഷനാലിറ്റി ഇൻക്രീസ് ചെയ്യുക. ഡൈനാമിക്കലി ബൂസ്റ്റ് ബേസ് ടു ഡെലിവർ ഡീപ്പ് ബേസ്. അത് നമുക്ക് എത്ര സ്ട്രോങ് വേണോ എത്ര വീക്ക് വേണോ എന്നും കൂടി നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇയർബഡ് കൺട്രോൾസ്, അതായത് പ്രസ് മിഡിൽ ബട്ടൺ, ഡബിൾ പ്രസ് മിഡിൽ ബട്ടൺ, ട്രിപ്പിൾ പ്രസ് മിഡിൽ ബട്ടൺ ആൻഡ് പ്രസ് ആൻഡ് ഹോൾഡ് മിഡിൽ ബട്ടൺ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം കാണാം. ഇതൊന്നും കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല, നമുക്കുള്ള ഓപ്ഷൻസ് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു സെറ്റ് ചെയ്ത് ഒരുപാട് ബട്ടൺസ് ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ പ്രസ്, ഡബിൾ പ്രസ്, ട്രിപ്പിൾ പ്രസ് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഫേംവെയർ അപ്ഡേറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ആപ്പിൻ്റെ ആപ്പിൻ്റെ സെയിം ഫംഗ്ഷനാലിറ്റിയാണ് OnePlusന്റെ ഡിവൈസ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. എന്നാൽ OnePlus ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹേ മെലഡി ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതായിരുന്നു ബുള്ളറ്റ്സ് വയർലെസ് Z3ൻ്റെ ഒരു ക്വിക്ക് എക്സ്പീരിയൻസ്. ഞാനത് ആക്ച്വലി യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു വീക്കായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ANC ഇല്ല എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി സൗണ്ട് ക്വാളിറ്റി കുറച്ച് ഇമ്പ്രൂവ്ഡ് ആണ്. ഡിസൈനിൽ കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ 1699 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് OnePlusന്റെ ബുള്ളറ്റ്സ് വയർലെസ് Z3 ഓഫർ ചെയ്തിരിക്കുന്നത്. ANC കൂടെ കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. പ്രോബ്ലി ഇനി ഒരു പുതിയ വേരിയൻറ്റ് വരാൻ ചാൻസ് ഉണ്ടോ എനിക്കറിയില്ല. ANC ഇതിനകത്തില്ല. എന്നാൽ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്ന് വലിയ പരാതികളൊന്നും പറയാനില്ല. പിന്നെ ബേസ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇത് കുറച്ചുകൂടെ ട്യൂൺഡ് ആയിരിക്കുക. എന്നാൽ ബേസ് അത്രയ്ക്ക് വേണ്ടെങ്കിൽ പ്രോബ്ലി ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ പറയില്ല. കാരണം ഇതൊരു കുറച്ചുകൂടെ ബേസ് ഹെവി ഇയർഫോൺസ് ആണ് ഒബ്വിയസ്ലി. പിന്നെ ഈക്വലൈസർ വെച്ച് നമുക്ക് ട്യൂൺ ചെയ്യാം. പിന്നെ ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് OnePlusന്റെ ബുള്ളറ്റ്സ് വയർലെസ് Z3 എന്ന് പറയുന്ന പുതിയ ഇയർഫോൺസ് യൂസ് ചെയ്തത്. ഇതിന് വില 1699 രൂപയാണ്. ഇത് നിങ്ങൾക്ക് OnePlusന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആമസോണിൽ പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.